നിലമ്പൂരിൽ 75,000-ന് മുകളിൽ വോട്ട് ലഭിക്കുമെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ. ഇത് അമിത ആത്മവിശ്വാസമല്ല, യാഥാർത്ഥ്യമാണ് പറയുന്നതെന്ന് അൻവർ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് രാഷ്ട്രീയം പറഞ്ഞില്ലെന്നും സിനിമാ ഡയലോഗ് വെച്ചാണ് പ്രചരണം നടത്തിയതെന്നും അതിനാൽ വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ ആര്യാടന് കഥ എഴുതാൻ പോകാമെന്ന് അൻവർ. സ്വരാജിന് പാർട്ടി സെക്രട്ടേറിയറ്റിലേക്കും പോകാം, പക്ഷേ ഞാൻ പോകുന്നത് നിയമസഭയിലേക്കായിരിക്കുമെന്നും അൻവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. LDFിൽ നിന്ന് 25% വോട്ടും UDFിൽ നിന്ന് 35% വോട്ടും തനിക്ക് തന്നെ ലഭിക്കുമെന്നും അൻവർ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരം UDFും LDFും തമ്മിലാണെന്ന ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രസ്താവനയ്ക്ക് 2016 ആര്യാടൻ ഷൗക്കത്തിൻ്റെ ബൂത്തിൽ താനാണ് ലീഡ് ചെയ്തതെന്ന് അൻവർ മറുപടി നൽകി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ ബൂത്തിൽ ലീഡ് നേടിയത് താൻ തന്നെയാണെന്നും ഈ തിരഞ്ഞെടുപ്പിലും നമുക്ക് കാണാമെന്നും PV അൻവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ജനങ്ങളുടെ വിഷയങ്ങൾ രണ്ട് മുന്നണികളും അവഗണിച്ചുവെന്ന് അൻവർ കൂട്ടിച്ചേർത്തു. CPM പ്രാദേശിക നേതാക്കൾക്ക് ബന്ധപ്പെടാൻ 3 മൊബൈൽ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. അവർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും അൻവർ പറഞ്ഞു. മുണ്ടൂരിൽ ആന ചവിട്ടിക്കൊന്ന് വയോധികൻ മരിച്ച ദാരുണമായ സംഭവത്തിനിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നും അൻവർ കൂട്ടിച്ചേർത്തു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.